നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം നമ്മളുടെ എല്ലാത്തിൻ്റെയും ഐശ്വര്യത്തിന്റെ അടിസ്ഥാനം ലക്ഷ്മി ദേവിയാണ്. അത് ആരംഭിക്കുന്നത് നമ്മളുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ലക്ഷ്മി ദേവിയെ എപ്പോഴും കുടിയിരുത്താൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമുക്ക് അനുവർത്തിച്ച് പോകാവുന്നത് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രഥമ ദൈവമായിട്ടാണ് ലക്ഷ്മി ദേവിയെ കണക്കാക്കുന്നത്. ലക്ഷ്മി ദേവിയെ നമ്മൾ ഉചിതമായിട്ടുള്ള രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ കൂടുതൽ ധനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. ശാന്തിയും സമാധാനവും എവിടെയുണ്ടോ അവിടെയാണ് ലക്ഷ്മി ദേവി വസിക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വീടിന്റെയും ഐശ്വര്യം നിലനിൽക്കുന്നത് അവിടെ വസിക്കുന്ന ആളുകളുടെ കൈകളിൽ തന്നെയാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നേടി ജീവിതം ഐശ്വര്യപൂർണമാക്കുന്നതിനായിട്ട് അടുക്കും ചിട്ടയുമുള്ള ലളിതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടായാൽ തന്നെ വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാനും വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കുവാനും ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരറിയിപ്പ്, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവിയായ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ചില നല്ല ശീലങ്ങൾ നമ്മൾ പ്രവർത്തിച്ചാൽ തന്നെ പല കാര്യങ്ങളും നേരെയാവുന്നതാണ്. പുണ്യവും നീതിയും സത്യവും അനുകമ്പയും ഒക്കെ നിലനിൽക്കുന്ന സ്ഥലത്ത് ലക്ഷ്മി ദേവി വസിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും നമ്മളുടെ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഒരിക്കലും ചൂല് വീടിന് മുന്നിൽ വെക്കരുത്. അതായത് കാണാൻ പാകത്തിന് വെക്കരുത്. വീടിന്റെ പിറകി വശത്തോ അല്ലാതെ വീടിനോട് ചേർന്ന് വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചൂല് മറച്ചു വെക്കുക. ഒരിക്കലും ചൂല് കാലുകൊണ്ട് തട്ടിയെടുക്കരുത്. കൈകൊണ്ട് തന്നെ എടുക്കേണ്ടതാണ്. സമാധാനവും ഐക്യവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വീട്ടിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഒരിക്കലും വീട്ടിലുള്ള സ്ത്രീകളോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഇവരിലാണ് ലക്ഷ്മി ദേവി വസിക്കുന്നത് എന്നുള്ളതാണ്. അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇതേ സമയം തന്നെ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ചെയ്യുന്ന ഓരോ തെറ്റുകളും ലക്ഷ്മി ദേവിയെ ബാധിക്കുകയും അവരിൽ കുടികൊള്ളുന്ന ലക്ഷ്മി ദേവി അവരിൽ നിന്ന് പോവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകളും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും നിങ്ങളുടെ വീടിന്റെ സമാധാനത്തിനെ ബാധിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളില് നമ്മളുടെ വീട്ടില് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെളുത്ത നിറത്തിലുള്ള മധുരപലഹാരങ്ങൾ നൽകുന്നത് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ മറ്റൊരു ശീലം ഉണ്ടാക്കേണ്ടത് നേരത്തെ ഉണരുക എന്നുള്ളതാണ്. സൂര്യോദയത്തിന് ശേഷം നിങ്ങൾ ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അത് നല്ലൊരു ശീലമല്ല. ലക്ഷ്മി ദേവിയെ പ്രകോപിപ്പിക്കുന്ന ഒരു ശീലമാണത്. രാവിലെ കുളിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാവുള്ളൂ. കൂടാതെ അഗ്നിദേവന് ഭക്ഷണം അർപ്പിക്കേണ്ടതാണ്. നമ്മൾ വിറകടുപ്പിലൊക്കെയാണ് ഭക്ഷണം വയ്ക്കുന്നതെങ്കിൽ വിറകടുപ്പിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ സ്വല്പം അതിലേക്ക് ഇടാവുന്നതാണ്. അതല്ല ഗ്യാസിലൊക്കെയാണ്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഗ്യാസിലൊക്കെ ആയിരിക്കും. അപ്പോൾ കർപ്പൂരം വീട്ടിലുണ്ടെങ്കിൽ കർപ്പൂരം ഒരു ചെറിയ പാത്രത്തിലെടുത്ത് അത് കത്തിച്ച ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ഒരു നുള്ള് അഗ്നിദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിലേക്ക് അർപ്പിച്ചു കൊടുക്കുക. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതിയാകുന്നതാണ്. കൂടാതെ നോൺ വെജ്, മാംസ, മത്സ്യ അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും ഈ അഗ്നിദേവന് സമർപ്പിക്കാൻ പാടില്ല. തികച്ചും സസ്യാഹാരങ്ങൾ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. കൂടാതെ ദൈവത്തിൽ അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. എല്ലാ ദിവസവും നിങ്ങൾ കുടുംബത്തോടൊപ്പം രാവിലെയോ വൈകുന്നേരമോ 1 മിനിറ്റെങ്കിലും നിങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്നതാണ്. കുടുംബത്തിന്റെ ഐക്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ദീപാവലി ദിവസവും ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നത് വളരെ ഉത്തമമാണ്. വളരെ കാർക്കശ്യത്തിലുള്ള ശബ്ദം ലക്ഷ്മി ദേവി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ആ കാർക്കശ്യമുള്ള ശബ്ദമൊക്കെ വീടുകളിൽ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. നമ്മൾ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ആരതി ഒഴിയുന്നത് വളരെ നന്നായിരിക്കും. ഈ ആരതി ഒഴിയുമ്പോൾ മണിനാദം, അതായത് ചെറിയൊരു മണിയും കൂടെ
കിലുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റൊരു കാര്യം, വീട്ടിലെ കുബേരപ്രഭുവിന്റെ പ്രതിമ സൂക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയെ സന്തോഷിപ്പിക്കുന്നതാണ്. ലോകത്തിലെ എല്ലാ ധനത്തിന്റെയും സംരക്ഷകനാണ് കുബേരൻ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ കുബേര പ്രതിമ സ്ഥാപിക്കുന്ന സ്ഥലം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഒരു ചുമലപ്പട്ടിട്ടതിന് ശേഷം അതിന് മേലെ ആണ് കുബേര പ്രതിമയെ സ്ഥാപിക്കേണ്ടത്. കൂടാതെ കുബേരപ്രതിമ ഒരിക്കലും പ്രധാന വാതിലിന് നേരെ വെക്കാൻ പാടില്ല. പ്രധാന വാതിൽ തുറന്നിടുമ്പോൾ അതിലൂടെ നോട്ടം വെളിയിലേക്ക് പോകാൻ പാടില്ല കുബേരപ്രതിമയുടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ധനം വെളിയിലേക്ക് പോകുമെന്നാണ് വിശ്വാസം. കൂടാതെ നമ്മളുടെ പൂജാമുറിയിലോ നിലവിളക്ക് കത്തിക്കുന്ന സ്ഥലത്തോ നിലവിളക്ക് സൂക്ഷിക്കുന്ന സ്ഥലത്തോ ചെറിയ തേങ്ങകൾ സൂക്ഷിക്കാവുന്ന, ചെറിയ തേങ്ങകൾ എന്ന് വിളിക്കുന്നത് നെയ്ത്തേങ്ങ പോലുള്ള തേങ്ങകൾ, ഇതിനെ ശ്രീഫലം എന്നാണ് വിളിക്കുന്നത്. അതായത് ലക്ഷ്മി ദേവിയുടെ ഫലമെന്നാണ് ഈ തേങ്ങയെ അറിയപ്പെടുന്നത്. അതിനാൽ ഈ തേങ്ങ വീട്ടിൽ സൂക്ഷിക്കുന്നത്, പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും വെള്ളി വിഗ്രഹങ്ങൾ, ചെറിയ വെള്ളി വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നതും വളരെ പ്രയോജനകരമാണ്. പക്ഷെങ്കിൽ വിഗ്രഹങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ വളരെ കാര്യം ശ്രദ്ധിക്കണം. വീട്ടിൽ വളരെയധികം വൃത്തി ഉണ്ടായിരിക്കണം. ഇരിക്കുന്ന വിഗ്രഹങ്ങൾ ഇരിക്കുന്ന പ്രദേശവും വളരെ വൃത്തി ഉണ്ടായിരിക്കണം. കാരണം വിഗ്രഹങ്ങൾ ക്ഷേത്രങ്ങളിൽ വെച്ച് ആരാധിക്കുന്നതാണ്. അപ്പോൾ അതൊരു വീട്ടിലേക്ക് വരുമ്പോൾ അതൊരു ക്ഷേത്ര ചൈതന്യം അവിടെ കുടികൊള്ളാൻ പോവുകയാണ്. അതുകൊണ്ട് വിഗ്രഹങ്ങൾ നിങ്ങൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വിഗ്രഹങ്ങൾ വെച്ചാൽ വളരെ കർശനമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ശ്രീചക്രമാണ്. തന്ത്രശാസ്ത്രത്തില് ശ്രീചക്രം വളരെ സവിശേഷമായിട്ടുള്ള ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതില് പരാശക്തി വസിക്കുന്നു എന്നുള്ളതാണ്. ഇത് യന്ത്രങ്ങളുടെ രാജ്ഞിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ധനാകർഷണത്തിനായിട്ട് ഏറ്റവും നല്ല ഉചിതമായ സ്ഥാനം നിങ്ങളുടെ പ്രധാന വാതിലിന്റെ കട്ടിളപ്പടിക്ക് മുകളിലായിട്ടാണ്, നമ്മളുടെ തലയ്ക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഇത് സ്ഥാപിക്കുന്നതാണ്. അതല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതും വളരെ ഗുണം ചെയ്യും. പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ തലയ്ക്ക് മേളിലായിട്ട് വേണം ഇത് സ്ഥാപിക്കാൻ. പരാശക്തി നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കുന്ന രീതിയിൽ വേണം ഇത് സ്ഥാപിക്കാൻ. ഇത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ലക്ഷ്മി ദേവിയുടെ വെള്ളി പാതുകങ്ങൾ, അതായത് ചെറിയ പാതുകങ്ങൾ, വെള്ളി പാതുകങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് കടകളിൽ നിന്ന്. അത് വീടുകളിൽ കൊണ്ടുവന്ന ശേഷം നമ്മൾ എവിടുന്നാണോ കുടിക്കാനുള്ള ജലം ശേഖരിക്കുന്നത് ആ ജലത്തില് തുളസിയിലെയും ഈ പാതുകങ്ങളും കൂടി ഇട്ടുവെച്ചതിന് ശേഷം, ഇത് ജലത്തില് ഒരു മുഹൂർത്ത നേരമാണ് ഇട്ടുവെക്കേണ്ടത്. അതായത് 48 മിനിറ്റ് നേരം ഇട്ടുവെച്ചതിന് ശേഷം അത് സൂര്യപ്രഭയില് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഇത് പൂജിച്ച് വാങ്ങേണ്ടതാണ്. വാങ്ങിയ ശേഷം ഒരു ചുമലപ്പട്ടിൽ പൊതിഞ്ഞ് നമ്മളുടെ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ ആ പണത്തിനൊപ്പം വയ്ക്കുന്നത് വളരെ ഉചിതമാണ്. ലക്ഷ്മി ദേവിയുടെ പാതുകങ്ങൾ എപ്പോഴും നമ്മളുടെ ധനത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. അടുത്തതായിട്ട് ലക്ഷ്മി ദേവി താമരയിലാണ് വസിക്കുന്നത്. താമര മൊട്ടുകൾ കൊണ്ട് നിർമ്മിച്ച മാല ലക്ഷ്മി ദേവിക്ക് അർപ്പിക്കുന്നതോ, അല്ലെങ്കിൽ മാലയില്ലെങ്കിൽ ഒരു താമരമൊട്ടാണെങ്കിലും പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നതോ, അല്ലെങ്കിൽ നിലവിളക്ക് വയ്ക്കുന്ന സമയത്ത്, ആരതി ഒഴിയുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അത് അർപ്പിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഇത് ലക്ഷ്മി ദേവിയുടെ സന്തോഷത്തിന് ഇടയാകുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ലളിതമായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ്. ഈ കാര്യങ്ങൾ നമ്മളുടെ വീടുകളിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിന്റെ ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളെ തേടിയെത്തുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും മാറിപ്പോകുന്നതാണ്. മറ്റൊരു അറിയിപ്പ് കൂടി, നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.